നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ അല്ലേ? അതിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് എ ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്താണെന്നറിയാമോ ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു കോമ്പൗണ്ട്സ് തന്നിരിക്കുവാണ് അല്ലേ? ആ കോമ്പൗണ്ട്സിനകത്ത് എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പായസം ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ അല്ലേ? അപ്പോൾ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ അമ്മയൊക്കെ പറയും എന്താ അതിൻ്റെ അകത്ത് മധുരം ഉണ്ടോ എന്ന് നോക്കാൻ പറയും അല്ലേ? അപ്പോൾ എന്താ അതിനകത്ത് മധുരം ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്ത് പറയും അല്ലേ? വായി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മധുരം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എലമെൻറ്റ്സിനകത്ത് അവർ പറയുന്ന എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് പറയുന്ന അതിന് പറയുന്ന പേരെന്താ? ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയും. ഓക്കെ അല്ലേ? വേണ്ട എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആകുമ്പോൾ നമ്മൾ പഠിച്ചു എന്താ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സ് അല്ലേ? ഈ കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട്സിന് പറയുന്ന പേരെന്താ? ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ? അതിൻ്റെ അകത്ത് ഈ കാർബണും ഹൈഡ്രജനും അല്ലാതെ പിന്നെ ആരൊക്കെ വരാം? നൈട്രജൻ വരാം, അതുപോലെ തന്നെ സൾഫർ വരാം, ഫോസ്ഫറസ് വരാം, ഹാലോ കോമ്പൗണ്ട്സ് വരാം അല്ലേ? ഹാലജൻസ് ഏതൊക്കെയാണ്? ബ്രോമിൻ, അയഡിൻ, ക്ലോറിൻ അങ്ങനെയൊക്കെയുള്ള എലമെൻറ്റ്സ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കും? കാർബൺ ഉണ്ടോ, ഹൈഡ്രജൻ ഉണ്ടോ, അല്ലെങ്കിൽ നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഫോസ്ഫറസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതിന് പറയുന്ന പേരെന്താ? ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ അല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് പറയുന്ന പേരെന്താ? ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് എ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാനിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ഡിറ്റക്ഷൻ എന്ന് പറയാം അല്ലേ? ഡിറ്റക്ഷൻ ഓഫ് എ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഡിറ്റക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യാമെന്നറിയാമോ? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബ് എടുക്കണം. ആയിട്ട് എന്ത് ചെയ്യാമെന്നറിയാമോ? നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇല്ലേ? ഓർഗാനിക് കോമ്പൗണ്ട്സ് ടെസ്റ്റ് ട്യൂബിലോട്ട് ഇടണം. എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ കുറച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? കുപ്രിക് ഓക്സൈഡ് CuO എന്ത് ചെയ്യുക? ആഡ് ചെയ്യുവാണ്. കുപ്രിക് ഓക്സൈഡ് ആഡ് ചെയ്തു. അവിടെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സാധനം ഹീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഹീറ്റ് ചെയ്തു. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് അവിടെ എന്ത് ചെയ്തു? കുപ്രിക് ഓക്സൈഡും ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് അപ്ലൈ ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? കുറച്ച് ഗ്യാസ് ലിബറേറ്റ് ആവും. എന്ത് ലിബറേറ്റ് ആവും? ഒരു ഗ്യാസ്. ആ ഗ്യാസിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, കളർലെസ് ആയിരിക്കും. എന്താണ്? കളർലെസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓർഡർലെസ്സും ആയിരിക്കും. കളർലെസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മണമോ പ്രത്യേകിച്ച് നിറമോ ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ കോമ്പൗണ്ട്സിനകത്ത് കാർബൺ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിനകത്ത് കാർബൺ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സും കുപ്രിക് ഓക്സൈഡും കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഗ്യാസ് പോകും. ആ ഗ്യാസിന് എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും, ഓർഡർലെസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൻ്റെ അകത്ത് കാർബൺ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി അപ്പം നമുക്കത് ഉറപ്പിക്കണം. നമുക്ക് മനസ്സിലായതേ ഉള്ളൂ, ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? അത് നമ്മൾ ഉറപ്പിക്കാൻ പോവുക. ഓക്കെ അല്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ കുപ്രിക് ഓക്സൈഡ് ഇടാൻ നേരത്തുണ്ടാകുന്ന മാറ്റംസ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന എമൗണ്ട്സ് CH4 ആണെന്ന് വിചാരിച്ചോ? ഓക്കെ അല്ലേ? CH4 ആണ്. അപ്പം ഈ CH4 എന്തുണ്ട്? കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ കാർബൺ എന്ത് ചെയ്യുമെന്നറിയാമോ? കുപ്രിക് ഓക്സൈഡുമായിട്ട് ചേർന്ന് റിയാക്ട് ചെയ്ത് ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യും അല്ലെ? 2 ഓക്സിജൻ ഒരു കാർബൺ എന്തായി? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അതുപോലെ തന്നെ Cu ബാക്കി നിൽക്കും അല്ലേ? അപ്പം എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുക? മുകളിലോട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ എന്തുമായിട്ട്? ഈ ഹൈഡ്രജൻ
കുപ്രിക് ഓക്സൈഡുമായിട്ട് ചേർന്നു അല്ലേ. അപ്പോൾ കാർബണും ഉണ്ട്, കാർബൺ ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡായി. ഇനി ഹൈഡ്രജൻ്റെ കാര്യം പറയാൻ പോവാണ്. ഹൈഡ്രജൻ എന്ത് ചെയ്യാന്നറിയാമോ? കുപ്രിക് ഓക്സൈഡുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യാന്നറിയാമോ? H2O ഉണ്ടാവും. H2O ഓക്കെ അല്ലേ. H2O ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? CU ഫോം ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെ ഉണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡും വന്നു, വാട്ടറും വന്നു അല്ലേ. ഇപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കണം, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇനി ഉറപ്പിക്കാൻ പോവുകയാണ്. ഈ ഗ്യാസ് ഉണ്ടല്ലോ, ഞാൻ ഈ ഗ്യാസ് എന്ത് ചെയ്യുമെന്നറിയാമോ? കാൽസ്യം ഹൈഡ്രോക്സി കൂടെ പാസ് ചെയ്യും. നമ്മുടെ എന്തായിരിക്കും, ലൈം വാട്ടർ ഇല്ലേ, ലൈം വാട്ടറിൽ കൂടെ പാസ് ചെയ്യും. ഈ ഗ്യാസ് എന്ത് ചെയ്യും? അടുത്തത് പാസ്ഡ് ത്രൂ എ ലൈം വാട്ടർ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ, CO2 പ്ലസ് എന്തിൽ കൂടെ പാസ് ചെയ്യും? എന്തിൽ കൂടെ പാസ് ചെയ്യുമെന്ന് അറിയാമോ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ, ലൈം വാട്ടറിൽ കൂടെ എന്ത് ചെയ്യും? പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ? CaCO3 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിൽക്കി കളർ ഫോം ചെയ്യും. അതെന്ത് ചെയ്യും? ഈ സാധനം എന്തായിട്ട് മാറും? മിൽക്കി കളറായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പോൾ മിൽക്കി കളർ വന്നാൽ നമ്മൾ എന്ത് ഉറപ്പിക്കണം? അതിൻ്റെ അകത്ത് കാർബൺ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം. കാർബൺ ഉണ്ടെന്ന് ഉറപ്പിക്കണം. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ എന്തായിരിക്കും? H2O ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇത്രയും കിട്ടിയല്ലോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തീർന്നല്ലോ. അപ്പോൾ ഈ ഗ്യാസിനകത്ത് ആരും വരുന്നുണ്ട്? വാട്ടറിൻ്റെ പ്രസൻസും കാണുമല്ലോ, H2Oയും കാണുമല്ലോ. ഈ H2O എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ ഈ ഗ്യാസ് ഇതെന്ത് ചെയ്യുമെന്നറിയാമോ? ഗ്യാസ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാനാണെങ്കിൽ കുപ്രിക് സൾഫേറ്റ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹൈഡ്രസ് കുപ്രിക് സൾഫേറ്റ്. എന്താണ് അൺഹൈഡ്രസ് കുപ്രിക് സൾഫേറ്റ് എന്ന് പറയും? ഓക്കെ അല്ലേ. അൺഹൈഡ്രസ് നോക്കിക്കോണം, അൺഹൈഡ്രസ് കുപ്രിക് സൾഫേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഒന്നും ഇല്ലാത്ത എന്തായിരിക്കും? കോപ്പർ സൾഫേറ്റ് എടുത്തു. അതെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സാധനം ഞാൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ അല്ലേ. ഈ CuSO4 എന്ത് ചെയ്യുമെന്നറിയാമോ? എന്തായിരിക്കും? ബ്ലൂ കളറ് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ. അപ്പം ഇതാണ് ഡിറ്റക്ഷൻ ഓഫ് എ കാർബണും ആൻഡ് ഹൈഡ്രജൻ. ഇത്രയും മനസ്സിലായല്ലോ. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതെന്ത് ചെയ്തു? ഓർഗാനിക് കോമ്പൗണ്ട്സ് പിന്നെന്താണ് കുപ്രിക് ഓക്സൈഡും കൂടെ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ അകത്ത് കാർബൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ വരുന്ന ഗ്യാസ് അല്ലേ, അപ്പോൾ ഇതിനകത്ത് നോക്കിക്കണം, ഈ കാർബൺ, ഈ ഇട്ട ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ള കാർബണും കുപ്രിക് ഓക്സൈഡും ചേർന്ന് എന്തായിട്ട് മാറും? CO2വും CU ആയിട്ട് മാറും. അപ്പോൾ ഈ CO2 ആണ് മുകളിലോട്ട് വരുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ? അകത്തുള്ള ഹൈഡ്രജൻ, ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തുള്ള ഹൈഡ്രജൻ എന്തുമായിട്ട്? കുപ്രിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ ഫോം ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുമെന്നറിയാമോ? ഈ ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും പ്രസൻസ് ഉറപ്പിക്കാൻ പോവുകയാണ്. ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഗ്യാസ് എന്ത് ചെയ്യുമെന്നറിയാമോ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കൂടെ പാസ് ചെയ്യും. പാസ് ചെയ്യുമ്പോൾ അത് മിൽക്കി കളറായിട്ട് മാറും. മിൽക്കി കളറായിട്ട് വന്നാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ അകത്ത് കാർബൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയേക്കണം. ഓക്കെ അല്ലേ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആ ഗ്യാസ് എന്ത് ചെയ്യും? എന്തുണ്ട്? അതിനകത്ത് വാട്ടർ ഉണ്ടല്ലേ. ആ വാട്ടർ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ നേരത്ത് എന്ത് ഫോം ചെയ്യും? അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് അതിൻ്റെ കളർ എന്തായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ അല്ലേ. ഹൈഡ്രസ് കോപ്പർ സൾഫേറ്റായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ ബ്ലൂ കളർ ആയാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇനി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പ്രസൻസ് നമ്മൾ ഉറപ്പിച്ചു. ഇനി ബാക്കിയുള്ള ആരൊക്കെയാണ്? കാർബണിൻ്റെ ഹൈഡ്രജൻ്റെയും കൂടെ ആരൊക്കെ വന്നാലും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നൈട്രജനും സൾഫറും അതേപോലെ തന്നെ ഹാലജൻ കോമ്പൗണ്ട്സും ഫോസ്ഫറും ഒക്കെ വന്നാൽ എന്താണ്? അത് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാണുന്നതാണല്ലേ ആ എലമെൻറ്റ്സൊക്കെ. അപ്പോൾ നൈട്രജനും സൾഫറും ഫോസ്ഫറസും എല്ലാം ടെസ്റ്റ് ചെയ്യണം, ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ ഇനി എന്താണെന്നറിയാമോ? അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ലെസൈൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ലെസൈൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്? അത് നോക്കിയോ, എന്താണെന്ന് നോക്കണം. നമുക്ക് ഈ നൈട്രജൻ്റെയും സൾഫറിൻ്റെയും അതുപോലെ തന്നെ ഹാലജൻ കോമ്പൗണ്ട്സിൻ്റെയൊക്കെ ഹാലജൻ എലമെൻസിൻ്റെയൊക്കെ
പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എന്ത്, ലെസൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാമോ, ഒരു ലെസൈൻ എക്സ്ട്രാക്റ്റ് നമ്മൾ ഫോം ചെയ്യും. എന്താണ് ലെസൈൻ എക്സ്ട്രാക്റ്റ്? അതിന് പറയുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അത് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാൻ പോവുകയാണ്. ഒരു ഫ്യൂഷൻ ട്യൂബ് എടുക്കുക. എന്താണ് ഫ്യൂഷൻ ട്യൂബ് എടുക്കണം. ഫ്യൂഷൻ ട്യൂബ്. ഓക്കെ അല്ലേ? ഈ ഫ്യൂഷൻ ട്യൂബിലോട്ട് എന്ന് വെച്ചാൽ ഒരു 3 സെൻറ്റിമീറ്റർ ഇത്രയുള്ളൊരു സാധനമാണ്. ഓക്കെ, 3 സെൻറ്റിമീറ്ററൊക്കെ കാണത്തുള്ളൂ ഏകദേശം. അതിൻ്റെ എത്തിക്കൊക്കെ വളരെ കുറവാണ്, ചെറിയൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ആഡ് ചെയ്യും. എങ്ങോട്ട്? ഈ ഫ്യൂഷൻ ട്യൂബിനകത്തോട്ട്. ഓക്കെ അല്ലേ? ഫ്യൂഷൻ ട്യൂബ് എടുത്ത് ടേക്ക് എ ഫ്യൂഷൻ ട്യൂബ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, ആഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഞാൻ എന്ത് ചെയ്തു, അതിലോട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആഡ് ചെയ്തു, ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയാമോ, ഞാനാണെങ്കിൽ അകത്തോട്ട് കുറച്ച് എന്ത് ചെയ്തു, സോഡിയം ഇട്ട് കൊടുത്തു. സോഡിയവും ഇട്ട് കൊടുത്തു. സോഡിയം ഇട്ട് കൊടുത്തു. അവിടെ എന്ത് ചെയ്തെന്നറിയാം, ഞാനത് ചൂടാക്കും. ഓക്കെ അല്ലേ? ചൂടാക്കി ഒരു റെഡ് ഹോട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് ചൂടാക്കും. ഓക്കെ അല്ലേ? ചുമന്ന കളർ വരത്തില്ലേ, അത് ഞാൻ എന്ത് ചെയ്യും, ഈ സാധനം ചൂടാക്കും. നിങ്ങൾ നോക്കിക്കോണം. ഒരു ഫ്യൂഷൻ ട്യൂബ് എടുത്തു, അതിലെന്ത് ചെയ്തു, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ സോഡിയവും ആഡ് ചെയ്തു അല്ലേ. ഇനി നോക്കിക്കോണം, അത് ഞാൻ എന്ത് ചെയ്തു, ഹീറ്റ് ചെയ്തു, റെഡ് ഹോട്ട് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യാമെന്നറിയാമോ, അതിലോട്ട് എന്ത് ചെയ്യണം, ഡിസ്റ്റിൽഡ് വാട്ടറിൽ മുക്കണം. ഓക്കെ അല്ലേ? ഡിപ്പ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ. അവിടെ അതെന്ത് ചെയ്യണം, അതിട്ട് പൊടിക്കും. ഓക്കെ അല്ലേ? ഫ്യൂഷൻ ട്യൂബ് എന്ത് ചെയ്യും, അത് മൊത്തം പൊടിക്കും. പൊടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, അത് ഫിൽറ്റർ ചെയ്യും. ഓക്കെ അല്ലേ? ആ ഫിൽറ്റർ ചെയ്ത സാധനത്തിന് പറയുന്ന പേരാണ് എന്ത്, ഫിൽറ്റർ ചെയ്ത് എന്ത് ചെയ്യും, ഡിപ്ഡ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് നമ്മൾ എന്ത് ചെയ്യും, അത് പൗഡർ ആക്കും. എന്ത് ചെയ്യും, മൊത്തം പൊടിച്ച് വെക്കും. ഓക്കെ അല്ലേ? പൊടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ ചെയ്തിടുന്ന സാധനത്തിന് പറയുന്ന പേരെന്താ, ഫിൽറ്റർ ചെയ്തിടുന്ന സാധനത്തിന് പറയുന്ന പേരെന്ത്, ഫ്യൂഷൻ സോഡിയം എക്സ്ട്രാക്റ്റ് എന്ന് പറയും. സോഡിയം എക്സ്ട്രാക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കിക്കോ, സോഡിയം ഫ്യൂഷൻ അല്ല, ഫ്യൂഷൻ സോഡിയം അല്ല, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ എക്സ്ട്രാക്റ്റാണ് നമ്മൾ ഇനി എടുക്കുന്നത്. ആരെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? നൈട്രജനും സൾഫറും ഹാലജൻ കോമ്പൗണ്ട്സൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആരെ വേണം, ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വേണം. ഓക്കെ അല്ലേ? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ ഡയറക്റ്റ് അല്ല എടുക്കുന്നത്. ഈ പറയുന്ന ടെസ്റ്റ് വഴി നമ്മൾ എന്ത് ചെയ്ത്, ഒരു ഫ്യൂഷൻ ട്യൂബ് എടുത്തു, അതിലെന്ത് ചെയ്ത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മൾ ഓൾറെഡി ഇട്ടു അല്ലേ. അവിടെ എന്ത് ചെയ്തു, അത് സോഡിയവും ആഡ് ചെയ്തു. അതെന്ത് ചെയ്യും, അത് ഹീറ്റാക്കും. റെഡ് ഹോട്ട് വഴി നമ്മൾ എന്ത് ചെയ്യും, അത് ചൂടാക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, ഡിസ്റ്റിൽഡ് വാട്ടറിൽ മുക്കി പൊടിച്ച് അത് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന സാധനത്തിന് പറയുന്ന പേരെന്താ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്നാണ് പറയുന്നത്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ ഇനി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്, ടെസ്റ്റ് ഫോർ നൈട്രജൻ സൾഫർ ഹാലജൻ കോമ്പൗണ്ട്സ് ഒക്കെ. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ചിലപ്പോൾ നൈട്രജൻ കാണാം, ചിലപ്പോൾ സൾഫർ കാണാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, ഹാലജൻ കോമ്പൗണ്ട്സ് കാണാം. ഓക്കെ അല്ലേ? നൈട്രജൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ നൈട്രജനും അതുപോലെ തന്നെ പിന്നെ ആരാണ്, സോഡിയം ഉണ്ട് അല്ലേ. സോഡിയം ഉണ്ട്. അതിനകത്ത് ഈ സോഡിയവും നൈട്രജനും കാർബണും കൂടെ ചേർന്നിട്ട് എന്താകുമെന്നറിയാമോ, സോഡിയം സയനൈഡായിട്ട് മാറും. ഓക്കെ അല്ലേ? സോഡിയം സയനൈഡായിട്ട് മാറും. ഇനി ചിലപ്പോൾ നൈട്രജൻ കാണാം അല്ലേ. നൈട്രജൻ അല്ലെങ്കിൽ ചിലപ്പോൾ ആര് കാണാം, സൾഫർ കാണാം അല്ലേ. അപ്പോൾ ഈ സോഡിയവും സൾഫറും കൂടെ എന്ത് ചെയ്ത് ചേർന്നിട്ട് സോഡിയം സൾഫൈഡായിട്ട് മാറും. സോഡിയം സൾഫൈഡായിട്ട് മാറും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നൈട്രജൻ ഉണ്ടോ സൾഫർ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ചിലപ്പോൾ സൾഫർ കാണാം. അപ്പോൾ സൾഫർ ഉണ്ടെങ്കിൽ ആ സോഡിയവും സൾഫറും കൂടെ ചേർന്നിട്ട് സോഡിയം സൾഫൈഡായിട്ട് മാറും. ഓക്കെ അല്ലേ? ചിലപ്പോൾ എന്ത് ചെയ്യാം, നൈട്രജൻ കാണാം, ഉറപ്പില്ല. നൈട്രജൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ സോഡിയവും നൈട്രജനും കോമ്പൗണ്ട്സ് അല്ലേ, കാർബണും കാണും അല്ലേ, ഇവ തമ്മിൽ ചേർന്ന് എന്തായിട്ട് മാറും, സോഡിയം സയനൈഡായിട്ട് മാറും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ചിലപ്പോൾ എന്ത് കാണാം, ചിലപ്പം ഹാലജൻ കോമ്പൗണ്ട്സ് കാണാം അല്ലേ, ഹാലജൻ കാണാം അല്ലേ. അതുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, സോഡിയം പ്ലസ് ചിലപ്പോൾ എന്തായിരിക്കാം, Br ആയിരിക്കാം അല്ലേ, ഹാലജൻ Br ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് മാറും, സോഡിയം ബ്രോമൈഡായിട്ട് മാറും അല്ലേ, NaBr അല്ലേ. ചിലപ്പോൾ എന്തായിരിക്കാം, ക്ലോറിൻ ആയിരിക്കാം അല്ലേ. ക്ലോറിൻ ആണെങ്കിലോ സോഡിയം ക്ലോറൈഡ് അല്ലേ. ചിലപ്പോൾ എന്തായിരിക്കാം, അയഡിൻ ആയിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോഡിയം അയഡൈഡ്. ഉറപ്പില്ല, ഇവയിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണാം അല്ലേ. അങ്ങനെ എന്തുവാ, ഹാലജൻ സോഡിയം ഹാലൈഡ് ഫോം ചെയ്തു. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഫോം ചെയ്യുന്നത്. നൈട്രജൻ ഉണ്ടെങ്കിൽ നൈട്രജനും സോഡിയവും കാർബൺ എന്ത് ചെയ്ത് റിയാക്ട് ചെയ്ത് സോഡിയം സയനൈഡ് ഫോം ചെയ്യും. സൾഫർ ആണെങ്കിലോ സോഡിയവും സൾഫറും കൂടെ റിയാക്ട് ചെയ്ത് സോഡിയം സൾഫൈഡ് ഫോം ചെയ്യും. ഹാലജൻ ആണെങ്കിലോ സോഡിയം ഹാലൈഡ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ഉള്ള കാര്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി നൈട്രജൻ്റെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇനി ലെസൈൻ ടെസ്റ്റ് പറഞ്ഞു. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഉപയോഗിക്കുന്ന മൊത്തം എന്തായിരിക്കും, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ആയിരിക്കും കേട്ടോ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യാൻ മൊത്തം ആരാ ഉപയോഗിക്കുന്നത്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കോ, ഞാൻ ഇനി എന്ത് ചെയ്യുന്നറിയാമോ, ഒരു 1 ml 2 ml എന്ത് ചെയ്തു, ഒരു 1 ml 2 ml ഒക്കെ എന്ത് ചെയ്തു, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. ഓക്കെ അല്ലേ. അതിലോട്ട് ഞാൻ ആരെ ആഡ് ചെയ്യുമെന്നറിയാമോ, ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തു. എന്താണ് ഫെറസ് സൾഫേറ്റ്? എന്താണ്, ആദ്യമേ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു, കുറച്ച് ഒരു ടെസ്റ്റ് ട്യൂബിൽ ആഡ് എടുത്തു, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് അല്ലേ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. അതിലോട്ട് ആരെ ഞാൻ ആഡ് ചെയ്തു, ഫെറസ് സൾഫേറ്റ് FeSO4 എടുത്തു, ഫെറസ് സൾഫേറ്റ് എടുത്തു. ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയാമോ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, കുറച്ച് ഇത് അസിഡിഫൈ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു, അതുകൊണ്ട് എന്ത് ചെയ്തു, എന്താണ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തു, ഞാൻ ഹീറ്റ് ചെയ്തു. അവിടെ എന്ത് ചെയ്യും, അത് അസിഡിഫൈഡ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫെറസ് സൾഫേറ്റ് എടുത്തു അല്ലേ, ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാമോ, അത് ബോയിൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, അസിഡിഫൈഡ് വിത്ത് എന്തായിരിക്കും, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4. അസിഡിഫൈഡ് വിത്ത് എന്തായിരിക്കും, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്തു, അത് അസിഡിഫൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യും. എന്താണ്, ഒരു പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, അതിൻ്റെ അകത്ത് നൈട്രജൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. ഓക്കെ അല്ലേ. എന്ത് കളറാണ് വരുന്നത്, പ്രഷ്യൻ ബ്ലൂ കളർ. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് കാരണമാണ്. CN6 ത്രൈസ്. ഓക്കെ അല്ലേ. FeCN6 ത്രൈസ് ഇത് ഫോം ചെയ്യുന്നത് കാരണം, ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ,
ഫെറിക് ഫെറോസൈനൈഡ് എന്ന് പറയും. എന്താണ്? ഫെറിക് ഫെറോസൈനൈഡ്. ഫെറിക് ഫെറോസയനൈഡ്. ഇത്രയും കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മുടെ എന്താണ് നൈട്രജൻ ടെസ്റ്റ് കൺഫേം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ നോക്കിയോ, ഒന്നും കൂടെ പറഞ്ഞു തരാം, പെട്ടെന്ന് പറഞ്ഞു പോകാം. എന്ത് ചെയ്തു? 1 ml സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയല്ലേ, ലക്സൈൻ ടെസ്റ്റ് മൂലം നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ 1 ml സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്തു, FeSO4 ആഡ് ചെയ്തു. അതെന്ത് ചെയ്തു? അത് ബോയിൽ ചെയ്തു അല്ലേ? അതെന്ത് ചെയ്തു? ഞാനത് അസിഡിഫൈ ചെയ്തു. എന്ത് വെച്ചിട്ട്? കോൺസെൻട്രേറ്റഡ് H2SO4 എന്തെങ്കിലും ഒരു ആസിഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അത് അസിഡിഫൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്തതിൻ്റെ അർത്ഥം എന്താ? അതിനകത്ത് നൈട്രജൻ പ്രസൻ്റ് ആയെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാപ്പാടാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് എന്ത് കാരണം? ആ പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടാവാനുള്ള കാരണം ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? ഫെറിക് ഫെറോസൈനൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ലസൈൻ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്, പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ നൈട്രജൻ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് നമുക്ക് തന്നേക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് എന്താണ് സൾഫേറ്റ് ഉണ്ടോ ഇല്ലയോ, അല്ലെ സൾഫർ ഉണ്ടോ ഇല്ലയോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? സൾഫർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ, ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കണം. കുറച്ച് എന്ത് ചെയ്യണം? 1 ml സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കണം. അതിലോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതെന്ത് ചെയ്യണം? അത് അസിഡിഫൈ ചെയ്യണം. എന്ത് വെച്ച്? അസറ്റിക് ആസിഡ് വെച്ച് എന്ത് ചെയ്യണം? അത് അസിഡിഫൈ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കണം. എന്നിട്ടോ അസിറ്റിക് ആസിഡ് വെച്ച് എന്ത് ചെയ്യണം? അത് അസിഡിഫൈ ചെയ്യണം. എന്നിട്ട് അതിനകത്തോട്ട് എന്ത് ചെയ്യണം? ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തോ, അതിനകത്തോട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ഷൻ എന്ത് ചെയ്യണം? എടുക്കണം. എന്നിട്ടോ അത് അസറ്റിക് ആസിഡ് വെച്ച് എന്ത് ചെയ്യണം? അത് അസിഡിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യണം. ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യാൻ നേരത്ത് അസറ്റേറ്റ് ആഡ് ചെയ്യണം. ഈ ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്നറിയാമോ? ഒരു ബ്ലാക്ക് കളർ ഫോം ചെയ്യും. ഒരു ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് സൾഫർ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? സൾഫർ ഉണ്ടെന്നാണ് അർത്ഥം. നോക്കിക്കോണം, അതിനകത്തുള്ള ഈ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനകത്തുള്ള സൾഫർ അയോൺസും ലെഡ് അസറ്റിനകത്തുള്ള ലെഡും കൂടെ ചേർന്ന് അതെന്തായിട്ട് മാറും? അത് ലെഡ് സൾഫൈഡായിട്ട് മാറും. ഓക്കെ അല്ലേ? ഈ ലെഡ് സൾഫൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് സൾഫറിൻ്റെ ഒരു കേസ് കഴിഞ്ഞു. സൾഫർ നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോണം. ആദ്യമേ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ സോഡിയം എക്സ്ട്രാക്റ്റ് എടുത്തു. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് നമ്മൾ എടുത്തു. അതിലോട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? നൈട്രോ പ്രൂസൈഡ് ആഡ് ചെയ്യും. സോഡിയം നൈട്രോ പ്രൂസൈഡ് ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല, നമ്മൾ എക്സ്ട്രാക്റ്റ് എടുത്തു. ഓക്കെ അല്ലേ? ഒരു ടെസ്റ്റ് എന്ത് ചെയ്തു? എക്സ്ട്രാക്റ്റ് എടുത്തു. അതിലൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? സോഡിയം നൈട്രോ പ്രോസൈഡ് ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കളർ ഫോം ചെയ്യും? വയലറ്റ് കളർ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഒരു വയലറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് സൾഫർ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ സൾഫർ 2 കേസ് കഴിഞ്ഞു. ഒരെണ്ണം ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. അതിലോട്ട് ആഡ് ചെയ്യും? ലെഡ് അത് അസിഡിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ലെഡ് അസറ്റേറ്റ് ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഒരു ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇത് ലെഡ് സൾഫൈഡാണ് അതിന് കാരണം. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ സോഡിയം എക്സ്ട്രാക്റ്റ് എടുത്തു. എന്നിട്ടാണെങ്കിലോ സോഡിയം നൈട്രോ പ്രോസൈഡ് ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു വയലറ്റ് കളർ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പിക്കാം? സൾഫർ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇനി ചില കോമ്പൗണ്ട്സിനകത്തൊക്കെ എന്ത് കാണും?
നൈട്രജനും സൾഫറും ഒരുമിച്ച് കാണും. ഓക്കെ അല്ലേ? ചില കോമ്പൗണ്ട്സിനകത്തൊക്കെ നൈട്രജനും സൾഫറും ഒരുമിച്ച് കാണും. അങ്ങനെ ഈ സൾഫർ എന്താണ്, സൾഫറും നൈട്രജനും ഒരുമിച്ചുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ്. നമ്മൾ 1 ml സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. അതിലോട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? സോഡിയം നൈട്രോ പ്രൂസൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത്, സോഡിയം നൈട്രോ പ്രൂസൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെന്നറിയാമോ? ഒരു ബ്ലഡ് റെഡ് കളർ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? റെഡ് ബ്ലഡ് കളർ ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് നൈട്രജനും അതുപോലെ തന്നെ സൾഫറും പ്രസൻ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇത്രയുമാണ് സൾഫറുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാലജൻ എന്താണ് കോമ്പൗണ്ട്സ് ഡിറ്റക്ട് ചെയ്യാൻ പോവാണ്. ഹാലജൻ എലമെൻറ്റ്സ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എന്ത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കണം. ഒരു 1 ml അല്ലെങ്കിൽ 2 ml എന്ത് ചെയ്യുക? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം. ഒരു ടെസ്റ്റ് ട്യൂബിലോട്ട് എടുക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യുമെന്നറിയാമോ? അത് നമ്മൾ നൈട്രിക് ആസിഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് അസിഡിഫൈ ചെയ്യണം. അസിഡിഫൈഡ് വിത്ത് നൈട്രിക് ആസിഡ്. ഓക്കെ അല്ലേ? നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ഇത് അസിഡിഫൈ ചെയ്യണം. എന്നിട്ട് അതിനകത്തോട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നോക്കിക്കോ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കുക, അതെന്ത് ചെയ്യുക? അസിഡിഫൈ വിത്ത് നൈട്രിക് ആസിഡ് അല്ലേ? നൈട്രിക് ആസിഡ് വെച്ച് എന്ത് ചെയ്യുക? അത് അസിഡിഫൈ ചെയ്യുക. എന്നിട്ടാണെങ്കിലോ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യണം. അതിലോട്ട് ആരെ ആഡ് ചെയ്യണം? സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനകത്ത് ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ അയോഡിൻ ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ഇനി സപ്പോസ് അതിൻ്റെ അകത്ത് ക്ലോറിൻ എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സിൽവർ അയോൺസും ക്ലോറിൻ അയോൺസും കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? AgCl ഉണ്ടാവും. സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? നമ്മൾ ഈ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? അത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൻ്റെ അകത്ത് ക്ലോറിൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് വരുന്നതെങ്കിൽ വരാതിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കോണം, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആരെ ആഡ് ചെയ്യാം? ക്ലോറിൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കാം? ചിലപ്പോൾ Br ആയിരിക്കാം അല്ലേ? ബ്രോമീൻ ആയിരിക്കാം. അങ്ങനെ ബ്രോമിൻ ആണെങ്കിൽ ഓഫ് വൈറ്റ് ആയിരിക്കും, യെല്ലോയിഷ് കളർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓഫ് വൈറ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കോമ്പൗണ്ട്സിനകത്ത് ക്ലോറിൻ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അത് ആ ക്ലോറിൻ അയോൺസും സിൽവറും കൂടെ റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടായതാണ് കാരണം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം ആരാണ്? സിൽവർ ക്ലോറൈഡ് ആണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രോമിൻ ആയിരിക്കും അല്ലേ? ബ്രോമിൻ ആണെങ്കിലോ ആ ബ്രോമിൻ അയോൺസും സിൽവർ അയോൺസും തമ്മിൽ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? സിൽവർ ബ്രോമൈഡ് ആയിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും? ഒരു ഓഫ് വൈറ്റ് കളർ ആയിരിക്കും. അപ്പോൾ ഓഫ് വൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബ്രോമിൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് യെല്ലോ കളർ ആണെങ്കിലോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ത്? അതിൻ്റെ അകത്ത് ആ കോമ്പൗണ്ട്സിനകത്ത് ആ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് അയഡിൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ സിൽവറും അയഡിനും കൂടെ ചേർന്ന് എന്തായിട്ട് മാറും? സിൽവർ അയഡൈഡ് ആയിട്ട് മാറും. യെല്ലോ കളറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കണം, പഠിക്കണം കേട്ടോ. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ക്ലോറിൻ ആയിരിക്കും, ഓഫ് വൈറ്റ് ആണെങ്കിലോ ബ്രോമിൻ ആയിരിക്കും, യെല്ലോ ആണെങ്കിലോ അയഡിൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാം, ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? അത് ഉറപ്പിക്കാൻ പോവുക. ക്ലോറിൻ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പോവുക, അല്ലെങ്കിൽ ബ്രോമിൻ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പോവുക, അല്ലെങ്കിൽ അയഡിൻ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? അത് നോക്കിക്കോണം. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ കിട്ടിയേക്കുന്ന ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, സിൽവർ ക്ലോറൈഡ് ആണെങ്കിൽ സിൽവർ ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ എന്താ? സിൽവർ ബ്രോമൈഡ് ആണെങ്കിലോ സിൽവർ ബ്രോമൈഡ്, സിൽവർ അയഡൈഡ് ആണെങ്കിലോ അത് നമ്മൾ എടുത്തു, ഈ സൊല്യൂഷൻ എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ? AgCl കുറച്ച് എടുത്തു. ഓക്കെ അല്ലേ? AgCl. ഓക്കെ അല്ലേ? അതാണെങ്കിൽ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അമോണിയം ഹൈഡ്രോക്സൈഡിലോട്ട് ആഡ് ചെയ്യും. ഒരു സ്വല്പം, ഒരു ഇച്ചിരി എന്ത് AgCl ഞാൻ എങ്ങോട്ട് ആഡ് ചെയ്തു? അമോണിയം ഹൈഡ്രോക്സൈഡിലോട്ട് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഡിസോൾവ് ചെയ്യാൻ നേരത്ത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുവാണെങ്കിൽ ഈ അമോണിയം ഹൈഡ്രോക്സൈഡ്
സിൽവർ ക്ലോറൈഡിനകത്ത് മൊത്തം ഡിസോൾവ് ആകുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ക്ലോറിൻ ആണെന്നാണ് അർത്ഥം. അമോണിയം ഹൈഡ്രോക്സൈഡിനകത്ത് സിൽവർ ക്ലോറൈഡ് മിക്സ് ചെയ്യാൻ നേരത്ത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് ക്ലോറിൻ ഉണ്ടെന്ന്. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താണെന്ന് അറിയാമോ? ഓഫ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. എന്താ അത്? സിൽവർ ബ്രോമൈഡ് അല്ലേ? ഈ സിൽവർ ബ്രോമൈഡ് ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ? അമോണിയം ഹൈഡ്രോക്സൈഡിലോട്ട് കുറച്ചെടുത്ത് ആഡ് ചെയ്തു അല്ലേ? ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങോട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് പാർഷ്യലി കുറച്ച് എന്ത് ചെയ്തോളൂ? ഡിസോൾവ് ആയതോളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് മനസ്സിലാക്കാം? ബ്രോമൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിലോ ബ്രോമൈഡ് ഇല്ലെന്നാണ് അർത്ഥം. അപ്പോൾ പാർഷ്യലി ഡിസോൾവ് ആകുവാണെങ്കിൽ ബ്രോമൈഡും കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുവാണെങ്കിലോ ക്ലോറൈഡും. ഓക്കെ അല്ലേ? ഇനി യെല്ലോ പ്രസിപ്പിറ്റേറ്റ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ അയഡൈഡ് ആണ്. ഈ സിൽവർ അയഡൈഡ് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? അമോണിയം ഹൈഡ്രോക്സൈഡിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ, ഒരു തുള്ളി പോലും എന്തായിട്ടില്ല? ഡിസോൾവ് ആയിട്ടില്ല. ഓക്കെ അല്ലേ? ഡിസോൾവ് ആവാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അകത്ത് അയഡിൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചോണം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ക്ലോറിൻ ഉണ്ടെന്നാണ്, ഓഫ് വൈറ്റ് ആണെങ്കിൽ ബ്രോമിൻ ഉണ്ടെന്നാണ്, യെല്ലോ ആണെങ്കിലോ അയഡിൻ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അത് ഉറപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ ക്ലോറൈഡ് അല്ലെങ്കിൽ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എങ്ങോട്ട് ആഡ് ചെയ്യണം? അമോണിയം ഹൈഡ്രോക്സൈഡിലോട്ട് ആഡ് ചെയ്യണം. അതേ സമയത്ത് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി എന്തായി പോകും? ഡിസോൾവ് ആവും. ഓക്കെ അല്ലേ? എങ്കിൽ അത് ക്ലോറിൻ ആയിരിക്കും. പാർഷ്യലി ഡിസോൾവ് ആകുവാണെങ്കിലോ അത് ബ്രോമിൻ ആയിരിക്കും. ഡിസോൾവ് ആയില്ലെങ്കിലോ അത് അയഡിൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഹാലജൻ കോമ്പൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്തു? ഇത് മനസ്സിലാക്കി, ഉറപ്പിച്ചുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസിൻ്റെ ഡിറ്റക്ഷൻ ഓഫ് എ ഫോസ്ഫറസ്. ആ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിനകത്ത് ഫോസ്ഫറസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുക. ഇത്രയും നേരം നമ്മൾ നൈട്രജൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സൾഫർ ആയിക്കോട്ടെ, ഹാലജൻ കോമ്പൗണ്ട്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടായിരുന്നു? ലെസൈൻ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടായിരുന്നു അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തേ? നമ്മൾ ടെസ്റ്റ് ചെയ്തേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ടേക്ക് സം ഓർഗാനിക് കോമ്പൗണ്ട്സ്, കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? അതിലേക്ക് സോഡിയം പെറോക്സൈഡ് ആഡ് ചെയ്യണം. സോഡിയം പെറോക്സൈഡ്. അപ്പോൾ നമ്മൾ ഈ സോഡിയം പെറോക്സൈഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഫോസ്ഫറസ് എന്തായിട്ട് മാറും? ഫോസ്ഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കണം, ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് സോഡിയം പെറോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ, ഉറപ്പില്ല, ഉണ്ടെങ്കിൽ ആ ഫോസ്ഫറസ് എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും? ഫോസ്ഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? കുറച്ച് നൈട്രിക് ആസിഡ് അങ്ങോട്ട് ആഡ് ചെയ്യും, അത് ബോയിൽ ചെയ്യും. ഓക്കെ അല്ലേ? ആഡ് സം നൈട്രിക് ആസിഡ്, ദെൻ ഇറ്റ് ഈസ് ബോയിൽഡ് അല്ലേ? അതെന്ത് ചെയ്യും? ബോയിൽ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അമോണിയം മോളിബ്ഡേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? അത് ഞാൻ ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് ട്രീറ്റ് വിത്ത് അമോണിയം മോളിബ്ഡേറ്റ്. ഓക്കെ അല്ലേ? അന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? നോക്കിക്കോണം, ഈ അമോണിയം മോളിബ്ഡേറ്റിൻ്റെ കളറ് യെല്ലോ കളറാണ്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന കളറും എന്താണ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റും എന്താ? യെല്ലോ കളറാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന കുറച്ച് നമ്മൾ ചൂടാക്കണം, ചെറുതായിട്ടൊന്ന് വാം ചെയ്യിച്ചാൽ മതി. ആ ടെസ്റ്റ് ട്യൂബ് എന്ത് ചെയ്യണം? ചെറുതായിട്ടൊന്ന് വാം ചെയ്യിക്കാൻ നേരത്ത് എന്ത് ചെയ്യുന്നറിയാമോ? കുറച്ച് തിക്കായിട്ടുള്ള എന്ത് ചെയ്യും? യെല്ലോ കളറ് ഫോം ചെയ്യും. ആ യെല്ലോ കളർ ഫോം ചെയ്ത് നമുക്ക് എന്ത് ഉറപ്പിക്കാം? ഫോസ്ഫറസ് ഉണ്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇത്രയും ടെസ്റ്റിങ്ങിനെ ഈ കുഞ്ഞു 4-5 ലൈൻ പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഉണ്ടാവുന്ന കളർ എന്തായിരിക്കും? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഒന്നുകൂടെ നോക്കിയോ. ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുക്കുക. എന്തല്ല? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് അല്ല. ഫോസ്ഫറസിൽ നമ്മൾ എന്താ എടുക്കുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എടുക്കുന്നത്. ടേക്ക് എ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ദെൻ ആഡ് സോഡിയം
പെറോക്സൈഡ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ടാണെങ്കിലോ അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ, ആ കോമ്പൗണ്ട്സിനകത്ത് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, ഫോസ്ഫേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അതിലേക്ക് നമ്മൾ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യും. എന്നിട്ട് ദിസ് ഈസ് ട്രീറ്റ് വിത്ത് അമോണിയം മോളിബ്ഡേറ്റ്. അപ്പോൾ ഒരു യെല്ലോ കളർ ഫോം ചെയ്യും. അതാണ് എന്തിന് ഫോസ്ഫറസ് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് കഴിഞ്ഞു. ഓക്കെ അല്ലേ?